പൂർണ്ണമല്ലെങ്കിലും ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്നു കഴിഞ്ഞു. വിവാഹവും വിവാഹമോചനവും നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം എന്നതല്ല ആ നിയമത്തെ ചർച്ചയാക്കുന്നത്. വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പോലും മതമേലധ്യക്ഷന്റെയോ അല്ലെങ്കിൽ സമുദായ പ്രമാണിയുടെയോ അനുമതി വേണം എന്നുള്ളതാണ്. ഒന്നിച്ചു താമസിക്കുന്ന ദമ്പതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഏതു നാട്ടുകാർക്കും കയറി പരിശോധിക്കാം. ഒരു മേൽക്കൂരയ്ക്ക് താഴെ ഒരു പുരുഷനും സ്ത്രീയും കഴിയേണ്ടി വന്നാൽ അത് മറ്റു കുടുംബാംഗങ്ങളോടൊപ്പമാണെങ്കിലും ഈ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെടാം, ശിക്ഷിക്കാം. 3 മുതൽ 6 മാസം വരെ തടവും കിട്ടാം. 10,000 രൂപ മുതൽ 25,000 രൂപ വരെ പിഴയും അടയ്ക്കേണ്ടി വരും. മതവും ജാതിയും സമുദായവും ബാധകമല്ലാത്ത എല്ലാവർക്കും ഒരേ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന നിയമം പോലും കല്യാണം രജിസ്റ്റർ ചെയ്യാൻ മതമേലധ്യക്ഷന്റെ കത്ത് നിർബന്ധമാക്കുകയാണ്. മതനിയമങ്ങൾ അപ്രസക്തമാകുമെന്ന് പറഞ്ഞിട്ട് അസാധുവായത് ഇന്ത്യൻ മാരേജ് ആക്ട് ആണ്. ഒരു മതമേലധ്യക്ഷന്റെയും സമുദായ മേധാവിയുടെയും സമ്മതമില്ലാതെ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനമാണ് ഉത്തരാഖണ്ഡിൽ അസാധുവായത്. ലോകം 21-ാം നൂറ്റാണ്ടിന്റെ 1/4 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. ജീവിതത്തെക്കുറിച്ചും സഹജീവിതത്തെക്കുറിച്ചുമുള്ള സങ്കല്പങ്ങൾ ആകെ മാറി. ഒന്നിച്ചു ജീവിക്കാനും ഒന്നിച്ചു താമസിക്കാനും ഒരു ഉടമ്പടിയും ആവശ്യമില്ലെന്ന് കരുതുന്നവരുടെ ലോകത്താണ് ഇങ്ങനെ വലിയ വലിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത്.